വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന കൂടുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ദൈവദാസനിലൂടെ ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ഒരു ആത്മീയ ആഹാരം ലഭിച്ചു കഴിഞ്ഞു. And what Pastor thinks is that we have already received the spiritual food that we needed for today, and God was great. He helped us to be part of a great worship. നമ്മുടെ കർത്താവിന്റെ വചനം എപ്പോഴും കേൾക്കുന്നെങ്കിലും അതിൽ എത്ര പെർസെന്റേജ് നമ്മൾ അനുസരിക്കുന്നു എന്നും ദൈവവും നമ്മളുമായുള്ള നമ്മുടെ അപ്പനുമായുള്ള ഒരു സ്നേഹത്തെ കുറിച്ച് എങ്ങനെ ആയിരിക്കണം എന്ന് ഇന്ന് ദൈവവചനത്തിലൂടെ മനസ്സിലാക്കുവാനായി ഞാൻ കർത്താവിൽ ശരണപ്പെട്ടു. What Pastor intends to do is here to explore how we can be a child of God and also realize how close we can get to Him and know Him and understand Him. നമ്മുടെ പിതാവ് പറയുന്ന കാര്യങ്ങൾ നമ്മൾ അപ്രകാരം അനുസരിക്കുന്നോ ഇല്ലയോ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. We need to understand whether we are being obedient to our Father. ചെറുപ്പകാലം ഞാനൊരു ആത്മീയനായിരുന്നു. ചെറിയ സംഭവം ഞാനിപ്പോൾ ഓർക്കുകയാണ്. എപ്രകാരമാണ് ഒരു അപ്പനും ഒരു മകനും തമ്മിലുള്ള ഒരു സ്നേഹം, അപ്പന്റെ വാക്കിനെ എങ്ങനെയാണ് മകൻ വിശ്വസിക്കുന്നത്? And Pastor remembers now an incident from his childhood which made him realize the relationship between father and his son, how long it could be. എന്റെ ചെറുപ്പത്തില് ഒരു പിതാവ് ഒരു കൊച്ചു കുഞ്ഞുമായി ഞാൻ ജനിച്ച സ്ഥലത്ത് നടന്ന ഒരു സംഭവമാണ്. അവിടുത്തെ ഒരു മാർക്കറ്റ് പ്ലേസിൽ ചന്തയിലേക്ക് വന്നു. And there was a father and a child who went to the marketplace. ആ സമയത്ത് പെട്ടെന്ന് ഒരു വ്യക്തി വന്നിട്ട് പിതാവിനോട് പറഞ്ഞു, അല്പം പണിയുണ്ട്, അദ്ദേഹം ഒരു ലേബറായി വർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ ശകലം നേരത്തെ പണിയുണ്ട്, എന്റെ വീട്ടിലേക്ക് ഒന്ന് വരാമോ എന്ന് ചോദിച്ചു. And somebody came and called his father away and said, "You have some work. Can you please come and help?" ആ സമയത്ത് ഈ പിതാവ് ഈ കൊച്ചു കുഞ്ഞിനോട്, ഏകദേശം ഒരു 4-5 വയസ്സുള്ള കുഞ്ഞിനെ ആ ഒരു സ്ഥലത്തെ ഇരുത്തിയിട്ട് പറഞ്ഞു, മോനെ ഞാൻ എളുപ്പം വരാം, പണിയൊന്ന് ചെയ്തിട്ട് വരട്ടെ. നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൊച്ചു കുഞ്ഞിനെ ആ സമയത്ത് 10-45 വർഷം മുമ്പേ ഇരുത്തിയിട്ട് പോയാൽ ആരും പിടിച്ചോണ്ട് പോകും. പിതാവ് ഇങ്ങനെ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോൻ ഇവിടെ ഇരിക്കണം, ഞാൻ വരാതെ ഇവിടുന്ന് എങ്ങോട്ടും പോകും. And the father told the son that you be here. I need to go somewhere, run an errand, and I need to come back. Be seated here till the time I come back. ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറിൽ തിരിച്ചു വരാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ പിതാവ് പോയത്. And the father thought that he would be able to return back in about another half an hour. പിതാവിനെയും കുഞ്ഞിനെയും അവിടെയുള്ള എല്ലാവർക്കും, അവിടെയുള്ള കടക്കാർക്കും അവിടെ വരുന്ന ചന്തയിൽ വരുന്ന ആളുകൾക്കെല്ലാം സാധാരണയായി എല്ലാവർക്കും അറിയാമല്ലോ. And everybody knew that child and the father, all the shopkeepers around, everybody knew that. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു, പിതാവ് തിരിച്ചു വന്നില്ല. And 1 hour passed and the father did not return. 2 മണിക്കൂർ കഴിഞ്ഞു, പിതാവ് തിരിച്ചു വന്നില്ല. 2 hours passed and the father still didn't come. അപ്പൊ അടുത്തുള്ള കടകളിലെ ഒക്കെ ആളുകള് ഈ കൊച്ചു കുഞ്ഞിനോട് ചെന്ന് പറഞ്ഞു, മോൻ വന്ന ഇച്ചിരി വെള്ളം കുടിക്കാൻ പറഞ്ഞു. And the shopkeepers nearby, they said, your father will still take some more time, come and have some water. ആ കുഞ്ഞ് അപ്പോൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, എന്റെ പപ്പ പറഞ്ഞിട്ട് പോയി. And the child replied to them and said that my father has asked me to sit here. I will not budge from here until my father comes. There are many people who actually came to the child and asked him to. And it was almost 5 o'clock in the evening. And the shopkeeper told him, "You come along with me. We can go home and then from there you will write to you." And that 5-year-old kid is still replying until my father comes and tells me I'm not going. And he doesn't know when that father will return, but he only says, when the father comes, only then I will go. That day, the pastor did not realize the meaning, but today, when he's walking with God, he can understand the gravity. And whatever my Father God has commanded, I will not move here and there. And our Father has told us not many things, but do we believe in all those things that God has?
പല ആളുകളും പലതരത്തിലായി കടന്നു വരുമ്പോൾ അപ്പൻ പറഞ്ഞതിനേക്കാൾ മേളിൽ നമ്മൾ പലതും ചെയ്യുവാൻ തുനിയുന്നുണ്ടോ എന്നതാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ. And today the question is, when the world or when other people come and approach us, do we tend to forget what our Father has told us? അപ്പൻ പറഞ്ഞ കാര്യത്തിനാണോ നമ്മൾ കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്, അതോ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്കും സമയങ്ങളിൽ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു? Are we giving more importance to the Father who commanded us, or are we giving importance to the people who are coming to us and telling us what to think? ഈ നല്ല സമയത്ത് ഇന്നത്തെ ദൈവവചനത്തിന്റെ ചിന്തയ്ക്കായി 23-ാം സങ്കീർത്തനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു. For today's meditation from the word, let us turn our attention to Psalm chapter 23. അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ മലയാളത്തിൽ പ്രസംഗിക്കുന്നത്. And Pastor is preaching in Malayalam after so many years. മലയാളത്തിൽ പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. Pastor finds it really difficult to preach in Malayalam. നിങ്ങൾ എന്നോട് ക്ഷമിക്കും ഞാൻ കരുതുന്നു, വിശ്വസിച്ചു. And Pastor believes that if there are small errors, you will surely find it. 23-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത് നമുക്കറിയാം, യഹോവയുടെ ഇടയനാകുന്നു എനിക്ക് മുട്ടുണ്ടാകില്ല. And we know that the psalm starts, the Lord is my shepherd, I shall not want. ഞാൻ എന്റെ ചെറുപ്പകാലത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ, And when Pastor was part of Sunday school, നമ്മുടെ ഇപ്പോഴും നമ്മുടെ സൺഡേ സ്കൂളിൽ ചെയ്യുന്നത് പോലെ എല്ലാ കുട്ടികളും 23-ാം സങ്കീർത്തനം കാണാതെ ഓടിക്കൊണ്ടുവന്ന് നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചറിനെ പഠിക്കും. and every child would actually memorize these words and come and recite it at the church. എന്റെ ചെറുപ്പകാലത്തിൽ എന്നോട് കൂടെ പഠിച്ച ഒരു കുട്ടി ഇങ്ങനെയാണ് പറഞ്ഞത്, യഹോവയുടെ ഇടയനാകുന്നു എനിക്ക് അതുകൊണ്ട് വേണം. But one child, when he memorized it, he came and told, the Lord is my shepherd, that's all I want. വചനം കറക്റ്റായിട്ടല്ല പറഞ്ഞതെങ്കിലും ഇന്ന് ആ വചനത്തിന്റെ അർത്ഥം ഞാൻ ഓർക്കുമ്പോൾ എന്റെ ദൈവം എന്റെ ഇടയനായി ഉള്ളതുകൊണ്ട് എനിക്ക് മറ്റൊന്നും ആവശ്യമില്ല. He may have recited the words wrongly, but today when Pastor remembers it, he knows that what he said is correct. When the Lord is my shepherd, I don't need anything else. ആമേൻ. നമ്മൾ യോനയുടെ കാര്യത്തിലേക്ക് ആമേൻ കടന്നു വരുമ്പോൾ, And when we go to the remember Jonah, ആശ്വാസത്തിനായിട്ട് ദൈവം ഒരു ചെടി ആമേൻ സൃഷ്ടിക്കുന്നത് നമ്മൾ കാണുന്നു. and we know that to give Jonah some respite from the scorching heat, God made a shrub grow there. യോനയുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, യോനയോട് ദൈവത്തിന് കരുണ തോന്നിയിട്ട് അവനൊരു ആശ്വാസത്തിനായിട്ട് അവനൊരു ചെറിയ ആമേൻ ആവണക്ക് സൃഷ്ടിച്ച് ദൈവം കൊടുത്തു. And we read in chapter 4, Jonah chapter 4 verse 6, now when the Lord appointed a plant or a shrub and made it come up over Jonah. അത് പെർമനന്റ്ലി നിത്യമായിട്ട് യോന ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ ആവണക്കിന് കീഴിൽ താമസിക്കുവാൻ ദൈവത്തിന്റെ ഉദ്ദേശമല്ല. But it was not God's purpose that Jonah should be sitting under the shade of the tree forever. സമയത്തേക്ക് ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ് ആ ചെടിയെ. And that shrub was only there for one day. എന്നാൽ ദൈവം തന്റെ ഉദ്ദേശം നിവൃത്തിയായതിനു ശേഷം ആ ആവണക്ക് ഉണക്കി കളയുന്നത് നമ്മൾ അവിടെ കാണുന്നു, വായിക്കുന്നു. And we also read that the moment the purpose of God was fulfilled, he made that shrub go dry. യോനയ്ക്ക് അപ്പോൾ ദൈവഹിതം മനസ്സിലാകാഞ്ഞതിനാൽ ദേഷ്യം വരുന്നതായിട്ട് അവൻ കോപിക്കുന്നതായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. And we read that Jonah did not understand it and he became angry. ഞാൻ ഈ വചനം പറയുന്നതിന്റെ കാരണം, and the reason why pastor is saying this നമ്മുടെ today, ദൈവം ചില ചെറിയ ചെറിയ അനുഗ്രഹങ്ങള് അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ തന്നപ്പോൾ, and what we need to say want to say is that when God has blessed us with small blessings, അതിലും വലിയ ദൈവിക പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ സമർപ്പിക്കാതെ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾക്ക് കീഴിൽ കിടന്നുറങ്ങുവാൻ നമ്മൾ ഒരുങ്ങുകയാണ്. and the reason what pastor wants to say is that when God blesses us with small things, we wanted to take comfort within that small blessings, but did not want to aspire for bigger blessings that God wanted us. നമ്മുടെ ചിന്തയനുസരിച്ച് നമുക്ക് ക്രോധം വരാം, നമുക്ക് കോപം വരാം, നമ്മുടെ ചിന്തയനുസരിച്ച് പകലതും ചെയ്യാം. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ടത് ദൈവം നമ്മളെ കുറിച്ച് എന്ത് ആഗ്രഹിക്കുന്നു, നമ്മുടെ സാഹചര്യം അനുസരിച്ച് എന്ത് ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് നാം ഈ ദിവസങ്ങളിൽ അറിയേണ്ടത്. We may get angry, we may want to get angry, but what we need to understand is that what is God's plan for us. ചൂരച്ചെടി ഒരു ദിവസത്തേക്കാ, the shrub is there only for one day. ഒരു ചെറിയ സമയത്തേക്ക് വിശ്രമിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് ദൈവത്തിന് അറിയാം. Because God
doesn't mind if we take rest for a small time. എന്നാൽ യോനയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം അതല്ല. But God's purpose and plan for Jonah was not that. വചനം കേൾക്കുന്ന ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഉപവാസത്തിന്റെ 3-ാം ദിവസമാണല്ലോ. പലരെ കുറിച്ചും ദൈവത്തിന്റെ ഉദ്ദേശം ഇപ്പോൾ ഇരിക്കുന്നത് അല്ല എന്ന് ഈ നല്ല അവസരത്തിൽ മനസ്സിലാക്കിക്കൊള്ളുക. And the plan for God for the people who have been fasting for today is the 3rd day is not that God's plan is something different for you. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ അപ്പൻ പറഞ്ഞത് മൊത്തമായി വിശ്വസിച്ച് അവനായി കാത്തിരിക്കുവാൻ നമ്മളിൽ ആരൊക്കെ തയ്യാറാണ്? And who amongst us is ready to listen to God completely and obey his will completely? ഞാൻ പറഞ്ഞ പോലെ ആ കൊച്ചു ബാലകന് ഒരു കടക്കാരൻ ചെറിയ ഒരു വട കൊണ്ട കൊടുത്തു. And one of the persons took a small eatable to that kid. ആ കുഞ്ഞു പറയുന്നത് ഇത് മാത്രമാണ്, എന്റെ അപ്പൻ വരാതെ ഞാൻ ഒന്നും കഴിക്കുകയില്ല. But that small child is still saying, until my father comes back, I will not move അവൻ from ഒരു here. ഗ്ലാസ് വെള്ളം കൊണ്ടൊന്നും വേറൊരാൾ കൊടുത്തു. And somebody offered him water. അവൻ ആ വെള്ളമല്ല, അവന്റെ അപ്പനെയാണ് അവന് വേണ്ടത്. But he doesn't need that water, he needs his father. നമുക്ക് ഈ ഭൂമിയിലെ അനുഗ്രഹങ്ങളും നന്മകളും പ്രതാപങ്ങളും പ്രശസ്തിയല്ല, നമ്മുടെ അപ്പനെയാ വേണ്ടത്. അപ്പനെ കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We should not be concerned about the materialistic prosperity of this world. We should be concerned about what God has in plan for us. 23-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, And when we read the verse 2 of Psalms 23, അവിടെ ഇപ്രകാരം വായിക്കുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. he makes me lie, we read it, he makes me lie down in green pastures. ആമേൻ. ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് പണ്ടൊക്കെ ഇതൊരു ആഭാസമായി തോന്നുമായിരുന്നു. കാരണം പച്ചയായ പുൽപ്പുറങ്ങളിൽ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി കിടത്തി ഒരിക്കലും മേയ്ക്കാറില്ല. And pastor initially thought there was some inconsistency in this verse, because how can you lie down in green pastures? അനേക പ്രാവശ്യം നമ്മൾ ഈ വചനങ്ങൾ കേൾക്കുകയും പ്രസംഗിക്കുകയും ദൈവദാസന്മാർ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു പ്രത്യേക സ്ഥലത്ത് പോയപ്പോൾ അവിടെ കണ്ട എന്റെ ഒരു അനുഭവമാണ് ഈ വചനത്തിന്റെ ആഴവും വ്യാപ്തിയും മനസ്സിലാക്കുവാൻ ദൈവാത്മാവിനെ സഹായിച്ചത്. And we may have heard a lot of people press up preaching from this, and we have heard it so many times, but there was an incident in pastor's life and that incident changed the entire meaning of this verse for him. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. He makes me lie down in green pastures. നമ്മളിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ആട്ടിൻ കൂട്ടം മേച്ചിൽപ്പുറത്ത് പോയി കിടന്നോണ്ട് അത് പോച്ചയോ അത് പുല്ലോ തിന്നുന്നത് കണ്ടിട്ടുണ്ടോ? Have you ever seen a flock of sheep grazing on a field and sitting there? ഇത് ഓടി നടന്ന് അതിന് ഇഷ്ടമുള്ളതുപോലെ മേയുക ചെയ്യുക, അതിനെ അങ്ങനെ ഇടയന്മാർ അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. And you will always see that the shepherd would let them loose, and the sheep will go and have the fill. എന്നാൽ ദാവീദ് ഈ സങ്കീർത്തനം എഴുതുമ്പോൾ ഒരു പക്ഷെങ്കിൽ ദാവീദ് ഇസ്രായേലിൽ ഇത് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ യെശയ്യാ പ്രവചന പുസ്തകം 40-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു. Or David might have seen this himself happening in Israel, or we may have to even refer to Isaiah chapter 40 verse 16. അത് വായിക്കുന്നത് ഇപ്രകാരമാണ്, അവൻ കുഞ്ഞാടുകളെ മാർവിടത്തിൽ എടുത്തുകൊണ്ട് നടക്കുന്നു. Sorry, verse 11. He will carry them in his bosom. അവൻ ഇടയനെ പോലെ തന്റെ ആട്ടിൻ കൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിൽ എടുത്ത് മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളയെ പതുക്കെ നടത്തുകയും ചെയ്യുന്നു. He will tend his flock like a shepherd. He will gather the lambs in his arms. He will carry them in his bosom and gently lead those that are with young. യെശയ്യാ പ്രവാചകന് ഈ വിഷയത്തെ പറ്റി അറിയാമായിരുന്നു. And Isaiah realized the importance of this verse. ദാവീദ് ഒരു പക്ഷെങ്കിൽ ഇങ്ങനെ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നിരിക്കാം. And perhaps David might have himself did this thing when he was shepherd. നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമ്മളെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത്, എങ്ങനെയാണ് മാർവിടത്തിൽ എടുത്തുകൊണ്ട് നടക്കുന്നതെന്നാണ്. And we need to understand, how does a God love us and how does he carry us in his bosom? നമുക്കറിയാം, ഒരു ആട്ടിന്റെ കുട്ടി ജനിക്കുമ്പോൾ We know that when a lamb is born, ആ ആട്ടിൻകുട്ടി സാധാരണയായി ചെയ്യുന്നത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുക എന്നുള്ളതാണ്. and we will see that the lamb starts running here and there. ഈ ആട്ടിൻകുട്ടി ചെന്നിട്ട് സാധാരണയായി മറ്റു കുട്ടികളെ ഇടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. And you will see and the goat and the lamb is butting other kids. അല്ലെങ്കിൽ അത് ഏതെങ്കിലും കയ്യാലയുടെ മണ്ടയ്ക്ക് ചാടി കയറാനായി ശ്രമിക്കും.
or it will try to start jumping over obstacles, അല്ലെങ്കിൽ പോയി ഏതെങ്കിലും ഒരു കുഴിക്കകത്ത് വീഴും. or it will go and fall down in a hole. സാധാരണയായി ഒരു ആട്ടിൻകുട്ടി ഇതൊക്കെയാണ് ചെയ്യാവുന്നത്. മറ്റുള്ളവരെ എങ്ങനെ അലോസരം ഉണ്ടാക്കി അവരെ ബുദ്ധിമുട്ടിക്കാം എന്നതായിരിക്കും സാധാരണയായി ആട്ടുകുട്ടികൾ ചെയ്യുന്നത്. And it is a tendency of the lamb to actually create problems for others. നമ്മൾ പലരും പലപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. And some of us are really in our lives, we also tend to be like this. യുപിയിലെ ഷാജഹാൻപൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, In UP there's a place called Shahjahanpur, ഞങ്ങള് സാധാരണയായി അവിടെ പല വർക്കുകൾ ഉള്ളതുകൊണ്ട് അവിടെ സാധാരണയായി പോകുവാറുണ്ട്. and sometimes we go there. അവിടെ അതിനടുത്തൊരു സ്ഥലത്ത് കുറെ ആട്ടിടയന്മാര് ഒരു വലിയ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നത് ഞാൻ ഒരു ദിവസം കണ്ടു. And one day pastor saw a shepherd grazing lot of sheep there. അത് ഏകദേശം നേപ്പാൾ ഇന്ത്യ ബോർഡറിന് അടുത്തായിട്ട് വരും. And it is near the Nepal India border. അവിടുത്തെ ആട്ടിടയന്മാർ നമുക്കറിയാം, അവർക്ക് യാതൊരു വിദ്യാഭ്യാസവും ഉള്ള ആട്ടിടയന്മാരല്ല. And we know that the shepherd there are not very educated like us. എന്നാൽ അവരുടെ ആട്ടിടയന്മാർ അവരുടെ ആടിനെ സ്നേഹിക്കുന്നതും ആ ആടിനെ മര്യാദ പഠിപ്പിക്കുന്നതുമായ ഒരു കാര്യം ഞാൻ അവിടെ കണ്ടു. And pastor saw how the shepherd loves the sheep and they also teach obedience to this നമ്മളിവിടെ sheep. വായിച്ചത് പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്നാണ്. And we read here, he makes me lie down in green pastures. ഈ ഓടി നടക്കുന്ന ആട്ടിൻകുട്ടികളെ സാധാരണയായി ഇടയൻ പ്രത്യേകിച്ച് ഒന്നും പറയത്തില്ല. And the shepherd doesn't say anything to these lambs which are running here and there. ഒരു സമയം കൊടുക്കും. It will give shepherd tends to give this lamb some time. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ദൈവം മിണ്ടാത്തത് അവന് നമ്മളുള്ള കരുണയാണെന്ന് നാം മനസ്സിലാക്കുക. And so there are a lot of times when we commit mistakes in our life, the reason why God doesn't say anything is only because of his grace. ദൈവം മിണ്ടാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം വളരെ ശരിയാണെന്ന് നമ്മൾ കരുതരുത്. And God doesn't say anything, that doesn't mean that whatever we are doing is all correct and right. കരുണയാണ് അവൻ നമ്മൾ സ്വന്തമായി നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തുമോ ഇല്ലയോ, നമ്മൾ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന് മനസ്സ് തിരിക്കുമോ എന്ന് അവൻ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു. And God is watching over us and trying to see, will this person repent of himself, will he turn back from his ways of himself. ഈ കൊച്ചു ആട്ടിൻകുട്ടികൾ ഇങ്ങനെ ഓടി നടന്ന് മറ്റുള്ള കൂട്ടത്തിലുള്ള ആടുകളെ ശല്യം ചെയ്യുമ്പോൾ, and when this lamb is creating problem for the other sheep and the goats in the shepherd, ഇടയന്മാര് ദൂരത്ത് നിന്ന് നോക്കും. and the shepherd starts watching them from far off. ഏകദേശം ഒരു മാസത്തോളം സമയം ഇതിന് കൊടുക്കും. It will give this lamb a month's time. ഈ ഒരു മാസത്തിനകത്ത് വെച്ച് ഇത് മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ ഈ ഇടയന്മാരിൽ ഒരാൾ ചെന്നിട്ട് ഈ ആട്ടിൻകുട്ടിയെ പിടിക്കും. And if within this 1 month, if the lamb doesn't mend its ways, one of the shepherd will go and catch hold of this lamb. അതിനുശേഷം ഈ ആട്ടിൻകുട്ടിയുടെ മുൻപിലത്തെ കാല് ഈ ഇടയൻ അങ്ങ് ഓടിക്കും. And what the shepherd will do, it will dislocate the front legs of the goat. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ ഇങ്ങനെ ആടുകളെ മേയ്ക്കുന്നവരെ കണ്ടിട്ടുള്ളവർക്കറിയാം, അവർ തീർച്ചയായും ഈ പറഞ്ഞാൽ അനുസരിക്കാത്ത ആട്ടിൻകുട്ടിയുടെ മുമ്പിലത്തെ കാലിന്റെ കുഴ അവർ തെറ്റിച്ചു കളയും. And if you'll see that some people might have really seen it, that how the lambs Pastor, connection വിട്ടോ. very clear in his mind he is going to do. പലപ്പോഴും ദൈവം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, and many a times when God is doing so many things in our life, നമുക്ക് ക്രോധം വരാറുണ്ട്. we may get angry and upset. ചെറിയ അനുഗ്രഹങ്ങളിൽ നാം ആ ചൂരച്ചെടിയുടെ കീഴിൽ അല്ലെങ്കിൽ നാം ആവണക്കിന്റെ കീഴിൽ കിടന്ന് ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നവരാണ്. And beneath the castor oil plant tree we tend to be asleep there. ഇടയൻ ചില കാര്യങ്ങൾ ആട്ടിൻകുട്ടിയുടെ ജീവിതത്തിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. But the shepherd now wants to do certain things within this lamb's life. ഞാൻ ഒരു ആട്ടിടയനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തന്നു. And when pastor inquired of this from the shepherd told lot of things to the pastor. അവസാനത്തെ കാര്യങ്ങൾ കേട്ടാൽ നമ്മൾ ആരായാലും കരഞ്ഞു പോകും. ആ ആട്ടിടയന്റെ ഹൃദയത്തിൽ അതിന്റെ ആട്ടിൻകുട്ടിയോടുള്ള സ്നേഹത്തെ കുറിച്ച് കേൾക്കുമ്പോൾ. And we may be actually moved in the heart when we actually listen to what the shepherd wants from this lamb. ഈ ആട്ടിൻകുട്ടിയുടെ കാൽ ഒടിക്കുമ്പോൾ ഈ കുട്ടിയോടൊന്ന് ചോദിച്ചാട്ടെ, നിനക്ക് ഇപ്പോൾ എന്താണ് ഇടയനെ പറ്റി തോന്നുന്നത്
തോന്നുന്നതെന്ന്. And when the joints are dislocated, if you ask this lamb, what is your opinion about your ഈ shepherd? ആട്ടിൻകുട്ടി മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും ഇടയനെതിരായി സംസാരിക്കും. And we will see that the lamb will now be speaking against its shepherd. പലപ്പോഴും നാം നമ്മുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോൾ ദൈവത്തിനെതിരായും ദൈവവചനത്തിനെതിരായും പലരും സംസാരിക്കുവാൻ ആമേൻ ഹല്ലേലൂയ നമ്മൾ തയ്യാറാകാറുണ്ട്. And there are many people within us, and we also tend to speak against God if there are some problems in our life. അതിന്റെ കാരണം ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്ന വെളിപ്പാട് നമുക്കില്ലാത്തതുകൊണ്ട്. And the reason is because we actually don't realize what is the plan of God within our life, and He wants to accomplish through us. ദൈവം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് വെളിപ്പാടില്ലാത്തതിനാൽ യോന ദൈവത്തോട് കോപിക്കുന്നത് നമ്മൾ കണ്ടു. And because Jonah did not realize what God's plans was for him, that's the reason he got angry. ചെറിയ അനുഗ്രഹങ്ങളിൽ നാം ഉറങ്ങുവാൻ ശ്രമിക്കും എന്ന് നാം കേട്ടു. We heard that we tend to rest when there are small blessings in our life. അപ്പൊ ഈ ആട്ടിടയനെ പറ്റി ഞാൻ പറഞ്ഞത്, ആട്ടിൻകുട്ടി അതിന്റെ ഹൃദയത്തിൽ തോന്നുന്നത് എല്ലാം പറയും. അതിന് സംസാരിക്കുവാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ അത് തീർച്ചയായും ഇടയനെതിരായി സംസാരിക്കുമായിരുന്നു. And this lamb, if it could have actually spoken, it had the ability to speak, it would have spoken so many things against the shepherd. എന്നാൽ ഈ ആട്ടിടയൻ കുട്ടിയുടെ കാലിന്റെ കുഴ തെറ്റിക്കുന്നത് മാത്രമല്ല, അവിടെയുള്ള വനത്തിൽ നല്ല പച്ചമരുന്നുകൾ ഉള്ളത് പറിച്ചുകൊണ്ട് വന്ന് അവർക്കറിയാം ഏത് പച്ചമരുന്നാണ് നല്ലതെന്ന് അത് ഈ ആട്ടിൻകുട്ടിയുടെ കാലിൽ ചേർത്ത് കിട്ടും. And the shepherd, after dislocating the joint, he will go into the forest and try to forage for some leaves and medicinal leaves, and will come and will put that on the leg ഈ itself. പച്ചമരുന്നുകൾ വെച്ച് കൈയുടെ മുട്ട് കെട്ടിയിട്ട് ഈ കുട്ടിയെ താഴോട്ട് നിർത്തിയാൽ അതിന് താഴെ നിൽക്കാൻ പറ്റത്തില്ല, അത് താഴോട്ട് അങ്ങ് കിടക്കും. And after tying up its legs, the lamb will not be able to stand, it will lie down. എന്നാൽ ഈ ഇടയൻ കാലൊടിക്കുക മാത്രമല്ല, ഒടിച്ച നിമിഷം മുതൽ ഇടയന് ഈ ആട്ടിൻകുട്ടിയോട് പ്രത്യേകമായ ഒരു സ്നേഹമുണ്ട്. But once the joints have been dislocated, this shepherd will have a special consideration for this lamb. ഈ ആട്ടിൻകൂട്ടത്തിൽ അനേക ആടുകൾ ഉണ്ടെങ്കിലും ഒടിഞ്ഞ ആടിനോട് ആട്ടിൻകുട്ടിയോട് ഇടയന് പ്രത്യേകമായ ഒരു പരിഗണനയും ലാളനയും ആ നിമിഷം തൊട്ട് കാണുവാൻ കഴിയും. And the shepherd will have a special consideration and special love for this lamb whose leg he has broken. There may be so many other goats, but he will love this ഞാൻ lamb. പറഞ്ഞല്ലോ, ഈ ആട്ടിൻകുട്ടി നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് താഴോട്ട് കിടന്ന് തിന്നുകയാണ്. അതുകൊണ്ടാണ് ദാവീദ് എഴുതിക്കുന്നവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിൽ കിടത്തുന്നു എന്ന്. And the reason why this lamb is lying down is because it cannot stand on its own legs. അതിന്റെ അടുത്ത ദിവസം മുതൽ And from the next day onwards, ആട്ടിൻപറ്റത്തെ മേയ്ക്കുവാനായി കൊണ്ടുപോകുമ്പോൾ, and when the shepherd is taking this sheep to the graze, എല്ലാ ആടുകളും നടന്നാ പോകുന്നത്. every goat will be walking out. ഈ കാലൊടിഞ്ഞ ആട്ടിൻകുട്ടിയെ But the lamb whose leg was broken, ഇടയൻ ഒന്നീ നെഞ്ചത്തെടുക്കും അല്ലെങ്കിൽ തോളത്തെടുക്കും. he will either take that lamb on his shoulders or will carry it close to his heart. കാലൊടിച്ചപ്പോൾ മറ്റ് ആടുകളൊക്കെ ഈ ആട്ടിൻകുട്ടിക്കെതിരെ സംസാരിച്ചിട്ടുണ്ടാവും. And when his leg was broken, some of the other lambs within the sheepfold would have spoken against this നമ്മുടെ lamb. ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അനേകർ നമുക്കെതിരെ പല കാര്യങ്ങൾ പറയാറുണ്ടാവാം, സംസാരിക്കാറുണ്ടാവാം. When there are problems within our life, there may be others who might be finding faults and be accusing us. ഈ ആട്ടിൻകുട്ടി പ്രശ്നക്കാരനായിരുന്നുവെന്ന് എല്ലാവർക്കും അറിയാം. And everybody knew that this lamb was creating a lot of problems. മറ്റുള്ള ആട്ടിൻകുട്ടികളൊക്കെ ഇതിന് എന്തെങ്കിലും ഒരു അടി പറ്റുവാൻ, ഒരു തപ്പുകേട് പറ്റുവാനായിട്ട് കാത്തിരുന്നവരുമായിരിക്കാം. And most of the other goats would have been wanting that this lamb should be taught a lesson. പക്ഷേ ഇടയൻ കാലൊടിക്കുന്നത് നശിപ്പിക്കാൻ വേണ്ടിയല്ല. But the reason why the shepherd has broken the leg is not to destroy that lamb. ഇടയൻ നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. And the shepherd wants to do certain bigger things in our life. ഈ കാലൊടിഞ്ഞ ആട്ടിൻകുട്ടിയെ ഞാൻ പറഞ്ഞല്ലോ, ഇടയൻ തോളത്തോ നെഞ്ചത്തോ എടുത്തുകൊണ്ട് നടക്കും. And the lamb whose leg has been broken, the shepherd will carry him on his shoulders or close to his heart. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ആട്ടിൻകുട്ടിയുടെ എന്റെ തോളത്തിരുന്നിട്ട് ഇങ്ങനെ ചെവിയെ നക്കിക്കൊണ്ടിരിക്കും. And pastor has seen this lamb sitting on the shoulders and trying to lick the ears of the shepherd. ഈ ഒരു സമയമാണ്, ആത്മീയമായി ഞാൻ പറയുന്നു, ആട്ടിൻകുട്ടിയുടെ ഹൃദയത്തിലുള്ള കാര്യങ്ങൾ ഇടയോനോട് പറയുവാൻ പറ്റിയ സമയമാണ് ആ തോളത്തിരുന്ന ആ ചെവി നക്കുന്ന സമയം. And the best time now for this lamb to tell all his grievances to his shepherd is the time when he's on the shoulders. ഇവർ പരസ്പരം സംസാരിക്കുന്നില്ല, എന്നാൽ ഇവരുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ
ഭാഷയിൽ ഈ ആട്ടിൻകുട്ടിയും ഇടയനും തമ്മിൽ പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. They cannot speak verbally with each other, but within their hearts, this lamb and the shepherd are not talking to each other. ഈ ആട്ടിൻകുട്ടിയെ നെഞ്ചത്തെടുക്കുമ്പോൾ ഇടയന്റെ ഹൃദയത്തിന്റെ മിടിപ്പും ആട്ടിൻകുട്ടിയുടെ ഹൃദയത്തിന്റെ മിടിപ്പും ഇവർ രണ്ടുപേരും തിരിച്ചറിയാറുണ്ട്. And when the shepherd is carrying that lamb in his arms and close to his heart, the lamb can hear the heartbeats of the shepherd. അങ്ങനെ ദിവസങ്ങൾ പലത് കടന്നു പോകും. And days would pass by. ഇടയൻ ആരോട് ഒന്നും പറയാറില്ല ആട്ടിൻകുട്ടിയെ പറ്റി. And the shepherd will not speak about this lamb to anyone. 2-3 ദിവസങ്ങൾ കഴിയുമ്പോൾ After 2 or 3 days, ഈ ആട്ടിൻകുട്ടികളെ വെള്ളം കുടിപ്പിക്കുന്ന ഒരു സമയം വരും. and the shepherd will want to make this give water to ഞാൻ this. കണ്ട ഇടയന്മാരുടെ കൈവശം അവരുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബേസൻ എപ്പോഴും ഉണ്ടാവും. And there is a basin which the shepherds carry along with them. കാരണം വനാന്തരങ്ങളിലൊക്കെ പോകുമ്പോൾ ഇതിനെ വെള്ളം കൊടുക്കുവാന്ന ഒരു പാത്രമാണത്. And just because when they are going through the forest, they need to carry this water in that basin. ഇവർ ആദ്യം ആ പാത്രത്തിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് അതിന്റെ അടുത്ത് ഇവരുടെ കയ്യിലിരിക്കുന്ന വടിയോ കോലോ കൊണ്ടൊന്ന് കുത്തിവെക്കും. And what they will do, they will bring some water within this basin, and they will poke that stick which they have within them near this basin. ഈ വടി കൊണ്ടൊന്ന് അവിടെ കുത്തിവെക്കുമ്പോൾ മറ്റുള്ള ഒരു ഒറ്റയാട് പോലും ഈ ബേസിനടുത്ത് വെള്ളം കുടിക്കാൻ വരത്തില്ല. And when the other goats within the sheepfold, when they will see that stick along with that basin, no other goats will come near the basin. ഈ മുട്ടൊടിഞ്ഞ ആടിനെ മാത്രം കൊണ്ടുവന്ന് ആ ബേസിന്റെ അടുത്ത് വെള്ളം കുടിപ്പിക്കാൻ നിർത്തും. And the only lamb which will be allowed to come there and drink water from that basin is the lamb whose leg was broken. അന്നേരമാണ് ഈ ആട്ടിൻകുട്ടി പറയുന്നത് ശത്രുക്കളുടെ മുമ്പിൽ എനിക്ക് വേണ്ടി മേശയൊരുക്കുന്നു എന്ന്. And that is the time when the lamb will say, oh, he prepares a table before my enemies. ശത്രുക്കളുടെ മുമ്പിൽ എനിക്കായി മേശയൊരുക്കുന്നു. കാരണം എല്ലാ ആടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മറ്റേ കാലോട് ഇടിച്ചൊടിക്കത്തേ ഉള്ളൂ. ആമേൻ. അത് സ്വസ്ഥതയുള്ള വെള്ളമല്ല. And that is a peaceful waters, and it's still waters, and that's the reason he's preparing a table ഈ before them. ആട്ടിൻകുട്ടി പറയുന്ന ഭാഷയാണ് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് എന്റെ ഇടയനെ നടത്തുന്നുവെന്ന്. And that lamb is now saying that he leads me beside the still waters. നമ്മൾ പലപ്പോഴും പലരുടെയും മുട്ടൊടിക്കാൻ നമുക്ക് വലിയ സന്തോഷമാണ്. And we are very glad when somebody else's legs get broken. ആരുടെ കുറവ് നമ്മൾ കാണുമ്പോൾ ആരുടെയെങ്കിലും കുറവുകൾ നാം കണ്ടു കഴിഞ്ഞാൽ മുട്ടു ഒടിക്കും. ഒരു മുട്ടല്ല 4 മുട്ടു ഒടിക്കും. നമ്മൾ അവരെ പുറത്താക്കാനും നമുക്ക് വളരെ സ്പീഡാണ്. And we are very expeditious in actually breaking somebody's legs or finding fault with others. നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അവൻ അറിയാം അവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്. If our God and a shepherd is doing something in our life, he is very clear about what he's going to achieve. അവൻ അറിയാം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ കറക്ഷന്റെ ആവശ്യമുണ്ട്. He knows where we need to be corrected. ഈ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 30 ദിവസത്തോളം ഇതേ കാര്യം ഇടയൻ ചെയ്തുകൊണ്ടേയിരിക്കും. And all the next 30 days, the shepherd will be repeating this every day. ആടിനെ കൊണ്ടുപോയി പുൽപ്പുറത്ത് നിർത്തും, അതവിടെ കിടക്കും. And he will take the sheep to the lamb to the pasture, and he will make it lie down. അവിടുത്തെ പുല്ല് തീർന്നാൽ അതിനെ എടുത്ത് മാറ്റി കിടത്തും. And if the grass is finished over there, he will move it to other place. ഇടയൻ ഇടയ്ക്കിടയ്ക്ക് ദൂരെ നിന്ന് നോക്കും ഈ ആട് കിടക്കുന്ന സ്ഥലത്തെ പുല്ല് തീർന്നോ ഇല്ലയോ എന്ന്. And he will also watch whether the grass where this lamb is lying has it finished off or not. ഞാൻ ഇതെല്ലാം എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടതുകൊണ്ട് ഈ വചനത്തിന്റെ ആഴം പരിശുദ്ധാത്മാവ് എന്നോട് ആമേൻ വ്യക്തമായി പറയുകയുണ്ടായി. And just because pastor would see it with his own eyes, and that was the reason Holy Spirit reveal these meanings to pastor. ദൈവജനം എങ്ങനെയാകണം? നമ്മൾ അധികം സംസാരിക്കുന്നതിലല്ല, ഈ ഇടയൻ അധികം സംസാരിക്കുന്നില്ല, എന്നാൽ ഇവൻ ദൂരത്ത് നിന്ന് എപ്പോഴും ഈ ആട്ടിൻകുട്ടിയെ നോക്കിക്കൊണ്ടേയിരിക്കും. The shepherd doesn't talk too much, but he is keeping a very close watch and eye on that lamb. കിടന്ന സ്ഥലത്തെ പുല്ല് തീർന്നാൽ അതിനെ എടുത്ത് മാറ്റി കിടത്തും. And if the grass finishes from one place, he will move it to the other place. പച്ചയായ പുല്ലിനടുത്ത് ഈ മുട്ടൊടിഞ്ഞ ആട്ടിൻകുട്ടിയാണ് കിടത്തുന്നത്. And he will make the lamb lie down in very green pastures. ബാക്കിയുള്ളവരെല്ലാം വളരെ ഫ്രീ ആണ്, സ്വതന്ത്രമായിട്ട് എവിടെ വേണമെങ്കിലും പോയി അവർക്ക് പച്ചല കഴിക്കാം. The rest of the sheep in the fold, they can go anywhere and they can eat the grass. അവരോടൊന്നും പറയാറില്ല. And he will not say anything to those. എല്ലാ ദിവസവും വൈകുന്നേരം ഈ ആട്ടിൻകുട്ടിയെ തോളത്തോ നെഞ്ചത്തോ എടുത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ അതിനെ പാർപ്പിക്കുന്ന ഇടത്തേക്ക് പോകും. And he will carry this lamb on his shoulders and will return to his pen. ഏകദേശം 30 ദിവസം കഴിയുമ്പോൾ almost 30 days will pass like this. ഈ ആട്ടിൻകുട്ടിയുടെ മുട്ടിന്റെ കെട്ടഴിക്കും. And after 30 days, the shepherd will open the bandage. ഈ 30 ദിവസം പല പ്രാവശ്യം ഈ ഇടയന്റെ നെഞ്ചത്തും
തോളത്തും ഈ ആട്ടിൻകുട്ടി ഇരിക്കുകയുണ്ടായി. For the last 30 days, this lamb was traveling on the shoulders of the shepherd. ഈ 23-ാം സങ്കീർത്തനത്തിലെ 6 വാക്യങ്ങളിൽ അനേക കാര്യങ്ങളുണ്ട് പറയുവാനായി. ഒരു ആട്ടിൻകുട്ടിയെ എങ്ങനെയാണ് മര്യാദ പഠിപ്പിച്ച് ഇടേന്റെ ഇഷ്ടപ്രകാരമുള്ള ഒരു ആടാക്കി മാറ്റുന്നതെന്ന്. And in Psalms 23, we can learn of lot many things which the shepherd is doing to make the lamb understand his will. പലപ്പോഴും നാം ദൈവത്തിന്റെ ഹിതം അറിയാത്തത് കൊണ്ട് And many times we do not understand or get revelation of the will of God. ചെറിയ ചെറിയ വിഷയങ്ങളിൽ നാം കലങ്ങി പോകാറുണ്ട്. And we tend to get disturbed by small happenings in our life. കർത്താവിന്റെ സഭ അറിയുക, നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കുറവുകളെ നമ്മെ ദൈവസന്നിധിയിൽ നിന്ന് വളരെ ദൂരത്താക്കുവാൻ സാധ്യതകളുണ്ട്. And the church of God needs to understand that there are small shortcomings in our life which will make us move away from God very far away. 25 മത്തായിയുടെ സുവിശേഷം 25-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ Matthew chapter 25, അവിടെ 10 കന്യകമാരെ പറ്റി നാം വായിക്കാറുണ്ട്. and we read about the 10 virgins there. നാം ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഇപ്രകാരം പ്രസ്താവിക്കുന്നു, അതൊരു സഭയുടെ ഒരു ലക്ഷണമാണ്. And we know that it represents the church of അവിടെ God. 10 കന്യകമാരെയും കന്യകമാർ എന്ന് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. And because the 10 are called as virgins. നമുക്ക് പലപ്പോഴും തോന്നും നാം വിശുദ്ധ ജീവിതത്തിലാണ്, നാം നിത്യതയിൽ കർത്താവിന്റെ വരവിനായി എപ്പോഴും തയ്യാറായിരിക്കുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നും. We may think that we are always ready and we are the church of God, we are the bride of ഈ Christ. ഉപവാസ പ്രാർത്ഥന നമ്മ എല്ലാവരെയും ഒരിക്കൽ കൂടെ പരിശോധിക്കുവാനുള്ള ഒരു അവസരമായി മാറട്ടെ. And this fasting prayer must be the time when we can examine ourselves. ഈ 10 പേരുടെയും പേര് കന്യകമാർ എന്നാണ്. And all these 10 peoples have the name virgin on them. എന്ന് പറഞ്ഞാൽ ഇവരിൽ 10 പേരും ഒറ്റ നോട്ടത്തിൽ വിശുദ്ധർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. And if you look all at once, and you will see that all these 10 are holy. ഇവരിൽ 10 പേരും മണവാളനെ എതിരേൽപ്പാനായി പുറപ്പെട്ടു. And all these 10 went together to receive the bridegroom. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിനനുസരിച്ച പ്രവൃത്തി ഇവർ 10 പേരും ചെയ്തു. That means they have done all the works of faith. All these 10 virgins have done the work of faith. പറയുന്നത് 5 പേര് കൈവിടപ്പെട്ടു പോയി, 5 പേര് മാത്രമേ വിവാഹ സദ്യയിൽ പ്രവേശിച്ചുള്ളൂ. And we know that 5 were left out, only 5 could join the bridegroom. ഈ 10 പേരുടെ കയ്യിലും വിളക്ക് ഉണ്ടായിരുന്നു. And all these 10 virgins had lamp in their hand. ഈ 10 പേരും ഉറങ്ങിയവരുടെ കൂട്ടത്തിലുള്ളതാ. And all these 10 people slept. മൊത്തത്തിൽ നമ്മൾ നോക്കിയാൽ ഇവരെ കുറവ് പറയാനുണ്ടെങ്കിൽ 10 പേരെ കുറിച്ചും പറയാനുണ്ട്. Because if we need to find a shortcoming among them, all the 10 are guilty of it. നന്മ പറയുകയാണെങ്കിൽ 10 പേരെ കുറിച്ച് ഒരുപോലെയാണ് പറയാനുള്ളത്. And if we want to praise them, then we have to praise them all together, over all the 10 of them. ആർപ്പുവിളി കേട്ടപ്പോൾ, മണവാളിന്റെ വരവിന്റെ ആർപ്പുവിളി കേട്ടപ്പോൾ ഉണർന്നവർ 10 പേര് ഉണരുകയും ചെയ്തു. And when they heard the voice of the trumpet, they all the 10 awoke. 25-ാം അധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഏകദേശം 6 കാര്യങ്ങള് ഈ 10 കന്യകമാരെ പറ്റിയും ഒരുപോലെയാണ് എഴുതിയിരിക്കുന്നത്. And when we read that chapter 25 from verses 1, we will know that there are 6 things which are written equally about all this 10. 7ാമത്തെ ഒരു കാര്യമാണ് ഈ 5 പേര് നിത്യതയിൽ പ്രവേശിക്കാതെ മണവാളനോട് കൂടെ വിവാഹ സദ്യയിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത്. There was this one difference, which was the 7th one, which made 5 people not go with the bridegroom. നമ്മൾ അനേക പ്രാവശ്യം ഈ ഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുള്ളതുകൊണ്ട് വചനങ്ങളൊന്നും എടുത്ത് വായിക്കുവാൻ സമയം കളയുന്നില്ല. We have read about this so many times, so we are not digging deep into it. ഈ 5 പേരിൽ ഇല്ലാന്ന ഒറ്റ കാര്യം, മണവാളൻ വരുമ്പോൾ അവരുടെ വിളക്ക് കത്തിക്കുവാൻ ഉള്ള എണ്ണ അതിലില്ലായിരുന്നു. And the only fault that these 10 people had, the 5 people had, that there was no oil in the 5 lamps. കൂടെ സദ്യയുടെ മണ്ഡപത്തിൽ, വിവാഹ മണ്ഡപത്തിൽ പ്രവേശിക്കുമ്പോൾ വിളക്ക് തെളിഞ്ഞു നിൽക്കത്തക്കതായ എണ്ണ അവർ കരുതിയിട്ടില്ലായിരുന്നു. They did not consider about taking extra oil along with the lamp. ഏറ്റവും കുറഞ്ഞ 6 നല്ല കാര്യം അവരെ പറ്റി പറയുമ്പോൾ there are 6 very good things said about them. ഒരൊറ്റ കാര്യമാണ് അവരെ ആ നിത്യതയിൽ നിന്ന് എന്നേക്കുമായി അകറ്റിക്കളഞ്ഞത്. There is only one thing which took them away from an everlasting life. കേൾക്കുന്ന നമ്മെ പറ്റി അനേക നല്ല കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം പറയുവാനുണ്ടാവാം. There will be so many good things that can be recounted about us. ആമേൻ. നമ്മുടെ കുടുംബത്തെ കുറിച്ച് നല്ല കാര്യങ്ങൾ ഒരുപാട് പറയുവാനുണ്ടാവാം. There will be so many good things that can be said about a family. നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റി അനേക കാര്യങ്ങൾ പറയുവാനുണ്ടാവാം. We may have a lot of things to say about our നമ്മുടെ children. മിനിസ്ട്രിയെ പറ്റി, നമ്മുടെ സഭയെ പറ്റി നല്ല കാര്യങ്ങൾ ഒത്തിരി പറയുവാനുണ്ടാവാം. We may have a lot of good things to speak about our ministry and our service. ഈ സമയം നാം ആരായേണ്ടത് എന്താണ് ആ ഒരു കാര്യമെങ്കിലും എന്റെ ജീവിതത്തിലുണ്ടോ, മണവാളന്റെ ആമേൻ വരവിനായി
ഞാൻ കാത്തിരിക്കുന്നു. ഞാൻ തള്ളപ്പെട്ടു പോകുവാൻ എന്തെങ്കിലും ഒരു കാരണം എന്റെ ജീവിതത്തിലുണ്ടോ എന്ന് ഇന്ന് രാത്രികാലം ഇന്ന് പകൽക്കാലം നാം എല്ലാവരും ആമേൻ ഹല്ലേലൂയ ആരായേണ്ടതായുണ്ട്. And what we need to actually examine ourselves, what is that one thing which could actually make us be left out from when the bridegroom comes. ആമേൻ. അതൊരു വളരെ ചെറിയ കാര്യമായിരിക്കാം, നാം സാധാരണ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കാം. And it may be a very small thing, it may be very very incognizable thing. അബ്രഹാമിന്റെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കാതെ പോയതായി നാം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. അബ്രഹാമിന്റെ ഒരു പ്രാർത്ഥന നാം മനസ്സിലാക്കുന്നു ദൈവം കേൾക്കാതെ ഇരുന്നു. And there was one prayer of Abraham which God did not listen to. ബാക്കി ഏകദേശം എല്ലാ പ്രാർത്ഥനകളും അബ്രഹാം പ്രാർത്ഥിച്ചത് കർത്താവ് കേട്ടു. And all the rest of the prayers that Abraham prayed, God listened to it. ഒറ്റ പ്രാർത്ഥന ഇതാണ്, സൊദോം ഗൊമോറയ്ക്ക് ആമയുടെ വിടുതലിനായി പ്രാർത്ഥിച്ച പ്രാർത്ഥന. And the only one prayer that God did not hear was when Abraham prayed for Sodom and ദൈവം ഇത്രേ Gomorrah. പറഞ്ഞിട്ടുള്ളൂ. ആമേൻ. അവിടെ ഏറ്റവും അവസാനം പറഞ്ഞ 10 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ സൊദോം ഗൊമോറയെ വെറുതെ വിട്ടേക്കാമെന്ന്. And God said this, if there are 10 good people, righteous people there, I will not destroy Sodom and Gomorrah. അബ്രഹാമിനും അറിയാം അവിടെ 10 നീതിമാന്മാരില്ലെന്ന്, ദൈവത്തിനും അറിയാം അവിടെ നീതിമാന്മാർ. God and Abraham both knew that there are no 10 അബ്രഹാമിന്റെ righteous people. പ്രാർത്ഥന കേൾക്കാതെ പോയത് അബ്രഹാമിന് അനേക പ്രാവശ്യം സൊദോം ഗൊമോറയിലെ ജനത്തിന് സുവിശേഷം അറിയിക്കുവാൻ, അവരുടെ മനസാന്തരത്തിന് ഉതകുന്ന കാര്യം ചെയ്യുവാൻ അവസരമുണ്ടായിരുന്നു. And when Abraham used to go to Sodom and Gomorrah, many a times he had a chance to preach the gospel there, but he did not do it. സൊദോം ഗൊമോറയിലെ രാജാവ് പോലും തന്റെ വസ്തുവക, സമ്പത്ത്, ധനം എല്ലാം അവരുടെ ജനം ഒഴിച്ച് സകലത്തും അതിനെ അബ്രഹാമിന് വിട്ടുകൊടുക്കുവാൻ തയ്യാറാണ്. And the king also wanted to give everything to Abraham. ഒരിക്കൽ പോലും അബ്രഹാം ആ രാജാവിനോട് പറഞ്ഞതായി നാം വായിക്കുന്നില്ല, മനസ്സാന്തരപ്പെടുക. But we did not hear even once when Abraham says, repent. നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ആമേൻ മലിനതയുടെ പ്രവൃത്തി വിട്ട് മനസ്സാന്തരപ്പെടുക എന്ന് അബ്രഹാം ഒരിക്കലും പറഞ്ഞതായി നാം കേൾക്കുന്നില്ല. But we do not hear Abraham even once mentioning that they should repent from their നാം sin. ചെയ്യാത്ത ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുവാൻ സാധ്യത കുറവാണ്. And if we have not done something, God will not listen to our prayers. നമ്മെ ഏൽപ്പിച്ച കാര്യം ചെയ്യാതെ ഇരുന്നാൽ അത് എത്ര ചെറുതായിരുന്നാലും ദൈവം ആ വിഷയത്തെ പറ്റി വളരെ ആമേൻ ഹല്ലേലൂയ ചിന്തിക്കുന്നതായി നാം ദൈവവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നു. If God has entrusted us something and if you are not doing it, God will not listen to a prayer regarding that particular thing. അബ്രഹാമിന് ലോത്തിനെ കുറിച്ചറിയാം, രാജാവിനെ അറിയാം. ഒരു പക്ഷെങ്കിൽ അബ്രഹാം സാധാരണയായി ആ ഭാഗങ്ങളിൽ പോകുന്ന വ്യക്തിയുമായിരുന്നിരിക്കുക. Abraham knows the king, he knows the people, he knows Lord, and he may be knowing a lot of people when he goes there. ആമേൻ ഹല്ലേലൂയ. ആ ചെറിയ കാര്യം, നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം ദൈവവുമായുള്ള ബന്ധത്തിൽ അകൽച്ചയോ ആമേൻ വിടവോ ഉണ്ടാക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കാലം നാം അത് വിട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയേണ്ടതായിട്ടുണ്ട്. That one small thing in our life can make the relationship with our God, it can cut it asunder. നിങ്ങൾ 3 ദിവസമായി ഉപവസിക്കുന്നു. എന്തിനു വേണ്ടി നാം ഉപവസിക്കുന്നു? ആമേൻ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറുതെന്ന് നാം കരുതുന്ന ആ ഒരു വിഷയം ഏതാണെന്ന് ആമേൻ ഹല്ലേലൂയ നാം ഇന്ന് അറിയേണ്ടതായിട്ടുണ്ട്. During this fasting prayer on the 3rd day, what God wants us to look into us, into ourselves, is that what is that one, it could be a small thing, what is that one thing that is keeping us away from God? തിരിച്ച് 23-ാം സങ്കീർത്തനത്തിലേക്ക് മടങ്ങി വരുന്നു. Let's go back to Psalms 20. ഈ ആടിന്റെ കാൽ ഒടിച്ചതിന് ശേഷം 30-ാം ദിവസത്തിന് ശേഷം ഈ ആട്ടിടയൻ ആ കുട്ടിയെ താഴെ നിർത്തും. And after the 30th day, the shepherd will make this lamb stand on the ground. ഈ ആട്ടിൻകുട്ടിയുടെ മുട്ടഴിക്കുമ്പോൾ അതിന്റെ മുട്ടിന് യാതൊരു കുഴപ്പവുമില്ല. And when that bandage is open, now you will see that the leg is completely healed. മറ്റുള്ള ആടുകളെ പോലെ ഓടുവോ ചാടുവോ ഇഷ്ടമുള്ള സ്ഥലത്തോ പോകാൻ പറ്റും. And now that lamb has the ability to run and jump around like other goats. ഇടയൻ പണ്ടുമൊന്നും പറയുന്നില്ല, ഇടയ്ക്കൊന്നും പറഞ്ഞില്ല, ഇപ്പോഴും ഒന്നും പറയുന്നില്ല. And the shepherd will not say anything. He did not say anything before, now also, and in the future also he will not say പക്ഷെ anything. ഞാൻ കണ്ട ഒരു കാഴ്ച, But what pastor saw there, ഈ ആട്ടുംകുട്ടി ജന്മം ചെയ്താൽ ഇടയന്റെ അടുത്തൊന്നും പോകത്തില്ല. but now that lamb will not move away from the shepherd. നമ്മുടെ വീടുകളിൽ പൂച്ച ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാകും. If we have cat in our house as a pet, we will understand that. ഈ പൂച്ചകൾ വന്നിട്ട് നമ്മുടെ കാലിൽ ഒന്ന് തലയിട്ട് ഒരച്ച് നടക്കുന്നത് നമ്മൾ പലപ്പോഴും And we അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. will see that cat coming and actually rubbing their head along with the legs. അതിന്റെ സ്നേഹം പ്രകടിപ്പിക്കുന്ന അങ്ങനെയാ. It actually shows their affection ഈ towards us. ആട്ടുകുട്ടി അതുപോലെ തന്നെ ഈ ഇടയന്റെ കാലിൽ തലവെ ചുരുമ്മി അവിടെ അതിന്റെ ഈ ഇടയന്റെ അടുത്ത് നിൽക്കല്ലാതെ ഇത് ദൂരത്തേക്ക് ഓടിപ്പോകത്തില്ല. And now this lamb, it will keep on rubbing itself against the legs of the shepherd, but it will not go away from the ഈ shepherd. ആട്ടിൻകുട്ടി
പച്ചത്തിലുള്ള ബാക്കി ആടുകളൊക്കെ എവിടെ പോകുന്നു എന്നത് ഈ കുട്ടിക്ക് ഇപ്പം വിഷയമല്ല. And now this lamb is not concerned what the other goats or the sheep in the fold are doing. ഒരു മാസം മുമ്പേ മുട്ടൊടിച്ചപ്പോൾ ഇടയനെ വായിൽ തോന്നിയതെല്ലാം പറഞ്ഞ ആട്ടിൻകുട്ടി ഇപ്പോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. And before 1 month, when his leg were broken, whatever he could say, he's told about the shepherd. Now he has to say something. നെഞ്ചത്തും തോളത്തും എടുത്ത് തന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെ മനസ്സിലാക്കി ഹൃദയത്തിലെ കാര്യങ്ങളെ കേട്ട ഇടയനെ പറ്റി ഇന്ന് ആട് പറയുന്ന ഒരു കാര്യമുണ്ട്. And today, when you ask the lamb what is his opinion about his shepherd, ഒരു മാസം മുമ്പ് എന്റെ ഒരു കാലല്ലേ ഓടിച്ചുള്ളൂ, and you broke my one leg about a month back, എന്റെ മറ്റേ കാലോട് ഓടിക്കുന്നു, എനിക്ക് സമ്മതമാ. and today he will say, please break my other leg also. I'm ready for it. കാരണം കാലൊടിഞ്ഞപ്പോഴാണ് ഇടയന്റെ നെഞ്ചത്ത് കയറിയിരിക്കാനൊന്നും പറ്റിയത്. Because when the leg was broken, that was the time when I could actually move nearer to my കാലൊടിഞ്ഞപ്പോഴാണ് ഇടയന്റെ തോളത്തിരിക്കാനും ചെവിയിൽ തന്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ പറയുവാനും കഴിഞ്ഞത്. It was when the leg was broken when I could actually share my thoughts. ഇടയന്റെ തോളത്തിരുന്നപ്പോഴാണ് ഇടയന്റെ കണ്ണിലൂടെ മറ്റുള്ള ആളുകളെ ഒന്ന് കാണുവാൻ കഴിഞ്ഞത്. It was only when I was on the shoulders of the shepherd and my leg was broken when I could see the other goats. ഇരുന്നപ്പോഴാണ് ഇടയന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. And when the lamb was near the heart, it was then when he could understand the love of the shepherd. 30 ദിവസത്തിന് ശേഷം ഒരു കാലല്ല ബാക്കി 3 കാലൊടിച്ചാലും ആടിൽ നിന്ന് യാതൊരു കംപ്ലൈന്റും ഇല്ല. And after 30 days, even after all the 3 legs are broken, that lamb will have no complaint. നമ്മുടെ ഹല്ലേലൂയ സ്വർഗീയ പിതാവ്, നമ്മുടെ വലിയ ഇടയൻ ഇങ്ങനെയാണ് ഹല്ലേലൂയ നമ്മെ അവനോട് ചേർത്ത് നിർത്തുന്നത്. And this is how our great shepherd he makes us get near to him. സമയക്കുറവിനാൽ ഇതിലെ മറ്റു പല ഭാഗങ്ങൾ ഞാൻ വിടുകയാണ്. Because of lack of time, we are leaving out a lot of things. ഈ ആട് 30 ദിവസത്തിന് ശേഷം ഇടയനിൽ നിന്ന് ഒരിക്കലും ദൂരത്തേക്ക് പോകുന്നില്ല. After 30 days has passed, this lamb will never leave the shepherd. നമ്മുടെ ആത്മീയ ജീവിതം എത്ര നാളായി? And how many years have we spent our spiritual എത്ര life? വർഷമായി നാം നമ്മുടെ ഇടയനോട് കൂടെ നടക്കുന്നു? How many years have we started walking with the എത്ര shepherd? പ്രാവശ്യം നാം നമ്മുടെ ഇടയനെതിരായി How സംസാരിച്ചു? many times have we spoken against of our എത്ര shepherd? പ്രാവശ്യം നാം പലതും കണ്ടിട്ടും കാണാതെ നാം വിട്ടുകളഞ്ഞു? How many times we have seen something and we have walked as if എത്ര nothing has പ്രാവശ്യം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യാതിരുന്നു? happened? How many times whatever we had to do, we never did that? ആമേൻ. ഒരു മത്സ്യത്തിന് വെള്ളത്തിൽ നിന്ന് അകന്നൊരിക്കലും ജീവിക്കുവാൻ കഴിയില്ല. A fish cannot live without water. ഈ മത്സ്യത്തെ എടുത്ത് വേറെ ഒരു നല്ല ഒരു അലമാരിക്കകത്തോ അല്ലെ സ്വർണ്ണ കൂട്ടിലിടാമെന്ന് പറഞ്ഞാലും ഈ മത്സ്യം ചത്തുപോകത്തേ ഉള്ളൂ. And if you take a fish and you may give it the best environment, ഈ it cannot ലോകത്തിലെ survive there. നന്മയെല്ലാം കൊടുത്താന്ന് പറഞ്ഞാലും ഈ മീൻ ഒരിക്കലും സമ്മതിക്കത്തില്ല അതിനെ വെള്ളത്തിൽ നിന്ന് വെളിയിലെടുക്കാൻ. Even if you give all the wealth of the world, the fish will not accept it. It needs to be in water. വെള്ളമുണ്ടെങ്കിലേ അതിന് ജീവനുള്ളൂ. Because if it is in water, only then it can survive. ദൈവജനവും ദൈവവചനവും ദൈവജനവുമായിട്ടുള്ള ബന്ധം ഇതാ. And this is the relationship between the word of God and the people of ഈ God. ലോകത്തിൽ എന്ത് കിട്ടിയാലും ദൈവവചനത്തിൽ നിന്ന് വെളിയിൽ നമുക്കൊരു ജീവിതമില്ല. We do not have a life outside this word നമ്മുടെ of God. ഇടയിൽ നിന്ന് അകന്ന് നമുക്കൊരു ജീവിതമില്ല. We don't have a life outside our shepherd. ഈ ദിവസം നമ്മുടെ ജീവിതത്തിലെ ഒരു കുറവെങ്കിലും ഉണ്ടെങ്കിൽ അത് ആരാഞ്ഞറിഞ്ഞ് നമ്മുടെ ഇടയിലുമായിട്ടുള്ള ബന്ധത്തെ നാം വീണ്ടും ഉറപ്പിക്കുക. And we should actually know and understand and try to find out that one fault that could be in our life. ഒരുപാട് കുറവുകളായിരിക്കത്തില്ല, ഒരു കുറവായിരിക്കുക. It may not be too many mistakes. It could be just one fault, one ഈ shortcoming. പകൽക്കാലം ഈ വിശുദ്ധ ദിവസം In today's holy day, നമ്മുടെ കർത്താവ് നമ്മുടെ ആമേൻ നേരെ നോക്കുന്നു. He is looking at us. നമ്മുടെ ഉപവാസത്തിന് നേരെ നോക്കുന്നു. He is looking at our fasting. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് നോക്കുകയാണ്. He is looking into the lives of each and every one of us. ആമേൻ. നമ്മുടെ കർത്താവിന്റെ വരവിനായി അവന്റെ ഹിതത്തിനായി നമ്മളെ സമർപ്പിക്കുമോ? And let us all submit ourselves to the will of God. നമ്മുടെ ഇടയന്റെ നെഞ്ചത്തിരുന്ന സമയം, മാറിലിരുന്ന സമയം, അവന്റെ തോളിരുന്ന സമയം, അവൻ ചെയ്ത നന്മയെ ഓർത്ത് നാം സ്തുതിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ദൈവം ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അത് ആരാഞ്ഞറിയുവാൻ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുക. And today let's submit ourselves and reconsecrate ourselves so that we can know the will of God, what He has been planned for us. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. He makes me lie down in green pastures. ഒന്നാം വാക്യം പ്രകാരം പറയുന്നു, ഞാൻ സൺഡേ സ്കൂളിൽ കേട്ടതുപോലെ യഹോവ എന്റെ ഇടയനാകുന്നു, വേറൊന്നും എനിക്ക്. And just as we heard in Sunday school, the Lord is my shepherd, and that's all I want. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. And may God bless us with എല്ലാവരും His word. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. Let's all close our eyes. എന്റെ സൗണ്ട് കേൾക്കുന്ന എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ. The people who are able to listen to this voice, please close your eyes. ഒരു നിമിഷം നാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് നോക്കിക്കാട്ടെ. Let's look back at our own life. കർത്താവേ,
എന്റെ ജീവിതത്തിൽ വല്ല കുറവുകളും ഉണ്ടെങ്കിൽ God, is there if there is even one shortcoming in ഈ us, ഉപവാസ ഈ പവിത്ര ദിവസം ഈ പവിത്ര ആരാധനയിൽ എന്റെ ഹൃദയത്തോട് സംസാരിക്കണം. in this holy worship, നീ please എന്നെ understand me. നീ എന്നെ കൊന്നാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. Even if you kill me, I'll still wait upon you. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഞാൻ നിനക്കായി കാത്തിരിക്കും. If whatever may happen to me, I'll still wait upon you and look towards you. വെള്ളത്തിന് വെളിയിൽ മത്സ്യത്തിന് ഒരു ജീവിതമില്ല. And the fish doesn't have a life outside of നിന്റെ the water. സന്നിധി വിട്ട് എനിക്ക് വേറൊരു ജീവിതമില്ല. And we don't have a life outside of നിന്റെ your വചനം വിട്ട് word. എനിക്ക് വേറൊരു ജീവിതമില്ല. We don't have a life outside your word. നിത്യതയാണ് എന്റെ ലക്ഷ്യം. And everlasting life ഈ is the goal. ഭൂമിയിൽ നീ എനിക്ക് തരുന്ന ചെറിയ അനുഗ്രഹങ്ങളല്ല, അങ്ങനെ രാജ്യത്തിനു വേണ്ടി പറയുന്നത് എന്തും ചെയ്യുവാൻ എന്നെ ഒരുക്കണമേ. And it's not we will not be satisfied with the small blessings. We'll be looking towards everlasting life. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദേവദാസൻ ഈ സമയം ജനത്തെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ആമേൻ ഹല്ലേലൂയ നടത്തുമാറാകട്ടെ. And